RSS സമ്മേളനത്തിൽ അയോധ്യ ക്ഷേത്ര കൊള്ള ചർച്ചയായി. SIT അന്വേഷണം സത്യം പുറത്തു കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി RSS വ്യക്തമാക്കുകയാണ്. KB ശ്രീധരനാണ് വിവരങ്ങൾ. വൈ ശ്രീധരൻ, അയോധ്യ എന്നത് RSSനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. RSSന്റെ BJPയുടെ രാഷ്ട്രീയ വളർച്ചയിൽ അതിനിർണായകമായ സ്ഥലവുമാണ്. അവിടെയാണ് വലിയ കൊള്ള നടന്ന് വലിയ തിരിച്ചടിയായി മാറുന്നത്. RSS സമ്മേളനത്തിൽ ഏത് നിലയിലാണ് അയോധ്യയിലെ ക്ഷേത്ര കൊള്ള ചർച്ചയായത്? രതീഷ്, കഴിഞ്ഞ 3 ദിവസമായിട്ട് ബലഗാവിയിൽ RSSന്റെ സമ്മേളനം, അഖിലേന്ത്യാ സമ്മേളനം നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. പ്രജാപ്രമുഖരായിട്ടുള്ള സുനിൽ അംബേദ്കറിന്റെ വാർത്താക്കുറിപ്പാണ്. അതിലാണ് അവസാനമായി പറഞ്ഞിരിക്കുന്നത്, ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകളിൽ ഈ അയോധ്യയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്ന ആ ക്രമക്കേട് ആരോപണങ്ങൾ ഈ വിഷയത്തിൽ കടുത്ത ദുഃഖം രേഖപ്പെടുത്തി അല്ലെങ്കിൽ ഞെട്ടൽ രേഖപ്പെടുത്തി എന്നാണ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. അതുപോലെ തന്നെ ഇപ്പോൾ നടക്കുന്ന SIT അന്വേഷണത്തിലൂടെ ഇക്കാര്യങ്ങളിൽ ഒരു വ്യക്തത വരും. ഈ ക്രമക്കേടിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള സത്യം എന്താണ് എന്ന് പുറത്തു വരും എന്നും പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുണ്ട്. അതുപോലെ മേലാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഈ രാമക്ഷേത്ര തീർത്ഥ ട്രസ്റ്റ് കൃത്യമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി ഈ യോഗം അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു സമ്മേളനം പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും ലഹരിക്കെതിരെയും അതുപോലെ ലഹരിക്കെതിരെയുള്ള പോരാട്ടം യുവാക്കൾക്കിടയിൽ ശക്തമാക്കണം, ശാഖകൾ കാര്യമായിട്ട് കൂടുതൽ ഊർജ്ജസ്വലമാക്കണം തുടങ്ങി നിരവധി നിർദ്ദേശങ്ങൾ കൂടി ഈ സമ്മേളനത്തിൽ ഉയർന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു വാർത്താക്കുറിപ്പിൽ രാമക്ഷേത്ര കൊള്ള കൂടി ഇപ്പോൾ RSSൽ ചർച്ചയായിരിക്കുന്നു എന്ന് സുനിൽ അംബേദ്കർ തന്നെ വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് രാമക്ഷേത്രം എന്നുള്ളത്. ആ രാമക്ഷേത്രത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ക്രമക്കേട് സ്വാഭാവികമായിട്ടും ഒരു പേരായിട്ട് തന്നെ അവശേഷിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ കുറ്റവാളികൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി, ക്രമക്കേടുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതൽ ഇതൊക്കെ വേണം എന്നുകൂടിയാണ് ഈ സമ്മേളനം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ശരി, ഏതായാലും RSS സമ്മേളനത്തിൽ രാമക്ഷേത്ര വിഷയവുമായി ബന്ധപ്പെട്ട കൊള്ള ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു. KB ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്.